അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ടെക്സ്റ്റിലുള്ള ആ, പിന്നെ പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉറുദു ഖവായിദിലെ ചില ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഇൽമെ ബയാൻ. ഇൽമുൽ ബയാൻ എന്ന് നിങ്ങൾ ബലാഗയിൽ, അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട് ബലാഗയിൽ പഠിച്ചിട്ടുണ്ടാകും. അത് തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ഇൽമെ ബയാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യമായ താരീഫ് എന്താണ്? വോ ഇൽം ജിസ്കെ ദരിയെ, അതൊരു ഇൽമാണ്. അതിലൂടെ, ആ ഇൽമിലൂടെ, ആ ജ്ഞാനത്തിലൂടെ നമ്മള് കിസി ബാത് ഓർ കലാം കോ, ഏതെങ്കിലും ഒരു സംസാരത്തെ അല്ലെങ്കിൽ വാചകത്തെ, വാക്യങ്ങളെ ദിൽകഷ്, ഹൃദയഹാരിയായും ഓർപ്പുർ അസർ അല്ലെങ്കിൽ പൂർണ്ണമായ എഫക്റ്റ് ബനാത്തിഹായി ഉണ്ടാക്കി തീർക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു കലാമിനെ, സംസാരത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഹൃദയഹാരിയായിട്ട് മാറ്റുക, അത് ഹൃദയത്തിൽ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക. അങ്ങനെ ആക്കി മാറ്റുവാനുള്ള അറിവിനെ, അങ്ങനെയാണ് പഠിക്കുന്നത്. ഒരു സംസാരത്തെ എങ്ങനെ ഹൃദയഹാരിയായി മാറ്റാം എന്നൊക്കെയുള്ള ജ്ഞാനത്തെ, അറിവിനെയാണ് ഇൽമെ ബയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തശ്ബീഹ്. അതിൽ ഒന്നാമത്തതാണ് തശ്ബീഹ്, അതായത് സിമിലി. നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും സിമിലി. ഒരു കാര്യത്തെ മറ്റൊന്നുമായിട്ട്, ഒരു വസ്തുവിനെ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യുക, അതാണ് സിമിലി. സിമിലി എന്ന് പറയുമ്പോൾ, തശ്ബീഹ് എന്ന് പറയുമ്പോൾ അതിൽ തശ്ബീഹിന്റെ ലഫ്ള് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ തശ്ബീഹ് നടത്തുക, സാദൃശ്യപ്പെടുത്തുക. അതുകൊണ്ടാണ് അതിന് സിമിലി അല്ലെങ്കിൽ തശ്ബീഹ് എന്ന് പറയുന്നത്. കിസി ഏക് ചീസ്, ഏതെങ്കിലും ഒരു കാര്യത്തെ, വസ്തുവിനെ, കിസി ദൂസരെ ചീസ് കെ, മറ്റേതെങ്കിലും ഒരു വസ്തുവുമായിട്ട്, അതിനോട് മാനിൻ ബത്താന, മറ്റൊന്നിനോട് എന്ത് ചെയ്യുക, മാനിൻ ബത്താന, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി പറയാം. അപ്പൊ ഒരു കാര്യത്തെ, ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി പറയാം. അതിനെയാണ് തശ്ബീഹ് കഹ്ലാത്താ ഹെ, തശ്ബീഹ് എന്ന് പറയുന്നത്. ഓക്കെ, തശ്ബീഹ് ചാർ ജുസ്ഇ ഹൈ. തശ്ബീഹിന് 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് മുശബ്ബ, ഒന്നാമത്തത് മുശബ്ബ. ആ ഭാഗം ജിസ് ചീസ് കി തശ്ബീഹ് ദി ജായെ. മുശബ്ബ എന്ന് പറഞ്ഞാല് ഏത് വസ്തുവിനെയാണോ സാദൃശ്യപ്പെടുത്തുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്, മുശബ്ബ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലബ് കോ ഗുലാബ് കി പൻഖടി സെ തശ്ബീഹ് ദി ഗയി ഹൈ. ഇവിടെ ലബ് എന്ന് പറഞ്ഞാല് ചുണ്ട്, ചുണ്ടിനെ ഇവിടെ ഗുലാബ് എന്ന് പറഞ്ഞാൽ എന്താ, റോസാപുഷ്പം, പനനീർ പുഷ്പത്തോട് എന്ത് ചെയ്യാണ്, അതിന്റെ ഇതളുകളോട് താരതമ്യപ്പെടുത്താണ്. മുശബ്ബാക്കാട്ട്. അപ്പൊ ഇവിടെ ഏതാണ്, ലബ് എന്ന് പറയുന്ന ചുണ്ടിനെയാണ് മുശബ്ബ എന്ന് പറയുന്നത്. ഇനി അടുത്ത മുശബ്ബ ബി, അത് ഏത് വസ്തുവിനോടാണോ സാദൃശ്യപ്പെടുന്നത് അതിനെയാണ് മുശബ്ബ ബി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഉദാഹരണത്തിൽ ഗുലാബാണ് ഇവിടെ എന്ത്, മുശബ്ബ ബി. ഓക്കെ, ഇനി മൂന്നാമത്തത് വജ അല്ലെ, അല്ലെങ്കിൽ വറസെ തശ്ബീഹ്, വജു തശ്ബീഹ് എന്ന് പറയാം. അതാണ് നമ്മളെ അറബിയിൽ വജു ശബഹ് എന്ന് പറയാം അല്ലെ. അപ്പോ ഇത് തമ്മിലുള്ള ബന്ധം, ഈ തശ്ബീഹ് ഇത് തമ്മിലുള്ള കാരണം എന്താണ്? ഈ വസ്തുവിനെ, പുലിയെ അലി പുലിയാണെന്ന് പറഞ്ഞാൽ അലി പുലിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ധീരതയുടെ ബന്ധം, ധീരത, ബ്രൈവിറ്റി. അപ്പോൾ ആ ബ്രൈവിറ്റി എന്നുള്ള അതാണെന്ത് അവിടെ, പിന്നെ അതിന്റെ വജുശബ. അപ്പൊ ഇവിടെ ഈ ഗുലാബിനോട് എന്തായി സാദൃശ്യപ്പെടുത്തിയല്ലോ. അവിടെ നാസ്, അതിന്റെ നൈർമല്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നിറം, റോസാ പുഷ്പത്തിന്റെ ഇതളുകളുടെ നിറമാണ് ആ ചുണ്ടിന്. ആ നിറത്തിന്റെ വിഷയത്തിൽ ആണ് സാദൃശ്യപ്പെടുത്തിയത്. ഇനി 4ാമത്തെ ഭാഗമാണ് ഹർഫെ തശ്ബീഹ്. തശ്ബീഹിന്റെ
ഹർഫു തശ്ബീഹ്, ഏത് ലഫ്ലാണ് അവിടെ താരതമ്യം ചെയ്യാൻ ഉപയോഗിച്ചത്. वो लफ्ज जो तस्बीह जाहिर करे मेरे के इस शेर में लफ्ज സി എന്ന് പറയുന്ന ലഫ്ലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറുദുവിൽ സി, ജൈസെ എന്നൊക്കെ പറയുന്ന ലഫ്ലുകൾ എന്ത് ചെയ്യാം? ജൈസ, ഐസ, വൈസ, സ, മാനിൻ, തര, ഗോയ, യൂൻ തുടങ്ങി ഒരുപാട് ലഫ്ലുകൾ പിന്നെ ഹർഫെ തശ്ബീഹ് ആയിട്ട് ഉറുദുവിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? പിന്നെ സി എന്ന കണ്ടോ, പങ്കടെ സേ സി എന്ന് പറയുന്ന ലഫ്ലാണ്. ഇനി അടുത്ത ഇതാണ് ഇസ്തിആറ. തശ്ബീഹ് ഇസ്തിആറ, മെറ്റഫർ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാം, മെറ്റഫർ എന്ന് പറയുമ്പോൾ ഈ ലഫ്ലില്ലാതെ നേരിട്ട് തശ്ബീഹ് ചെയ്യുമ്പോൾ ലഫ്ൽ ഉപയോഗിക്കാതെ നേരിട്ട് എന്താണ്? അലി ഈസ് ലയൺ, അലി ആരാണ്? സിംഹമാണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ എന്തില്ല? പിന്നെ ഹർഫില്ലാതെ ഉപയോഗിക്കും. वो लफ्ज़ जो अपने असली माना के बजाय ഒരു ലഫ്ലിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിന് പകരം മജാസി മാനാമേ, മജാസിയായ അർത്ഥത്തിൽ ഇസ്തേമാൽ കിയാ ജായേ, പ്രയോഗിക്കുന്നു. और दोनों मानों में രണ്ടർത്ഥത്തിലും തശ്ബീഹ് കാ താല്ലുഖ് ഹോ, രണ്ടർത്ഥത്തിലുമുള്ള എന്താണ്? എന്തോ ഒരു ബന്ധം ഉണ്ടാവും. രണ്ടർത്ഥങ്ങളും തമ്മിൽ ഒരു ബന്ധം അവിടെ ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് ഇസ്തിആറ കഹത്തെ ഹൈ. അതിന് ഇസ്തിആറ എന്ന് പറയുന്നത്. ഇസ്തിആറയുടെ പ്രത്യേകത അവിടെ എന്തുപയോഗിക്കില്ല? ജൈസ അല്ലെങ്കിൽ വൈസ, സി പോലത്തെ ലഫ്ലുകൾ ഉപയോഗിക്കാം. നേരിട്ട് തശ്ബീഹ് കണക്ട് ചെയ്യാം. ഓക്കെ, അതിനെയാണ് ഇവിടെ ഈ കവിതയിൽ ഉദാഹരണങ്ങൾ കാണാം. ആത്ശെ ഗുൽ, रोशन जमाले यार से अंजुमन तमाम. आतिशे गुल दराले ദഹക്താ ഹുവാ ഫൂൽ, വെട്ടിത്തിളങ്ങുന്ന അല്ലെ, പിന്നെ എന്താ പറയാ, പുഷ്പം എന്നാണ് അർത്ഥം. വളരെ മനോഹരമായ പുഷ്പം എന്നർത്ഥം. അപ്പൊ അവിടെ ആതിശേ ഗുൽ, അവിടെ മഹബൂബിന്റെ ഭംഗിയെ ആതിശേ ഗുലിനോട് സാദൃശ്യപ്പെടും. ഇവിടെ ഉദ്ദേശം എന്താണ്? ഇവിടെ ആതിശേ ഗുൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ശരിക്കും ആതിശേ ഗുൽ അല്ല, മറിച്ച് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? പിന്നെ എന്താ പറയാ, യാർ, പ്രിയപ്പെട്ടവന്റെ മഹബൂബിന്റെ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടുള്ള ഉദ്ദേശം മറ്റൊന്നായി, മറ്റൊരർത്ഥത്തിനാണ് അവിടെ ഉപയോഗിച്ചത്, യഥാർത്ഥ അർത്ഥത്തിനല്ല. ഇതിനാണ് ഇസ്തിആറ എന്ന് പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പൊ വായിച്ചു നോക്കുക. നിങ്ങൾ ബലാ പഠിച്ചത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവാം. ഇനി അടുത്താണ് കിനായ. ഓക്കെ, ഇൽമെ ബയാനിലുള്ള മറ്റൊന്നാണ് കിനായ. കിനായ എന്ന് പറയുന്നത് ബാത്തക്ക പുഷീദ രഘുക്കർ കഹല, അല്ലെങ്കിൽ മഖ്ഫി ഇഷാറെ കിനായ കഹലാത്ത. ഒരു കാര്യത്തെ എന്ത് ചെയ്യുക? അതിനെ പുഷീദ രഘുക്കർ, അതിനെ ഗോപ്യമായിട്ട് പറയാം, മറച്ചു വെച്ച് പറയാം, വ്യക്തമാക്കി പറയാതെ സൂചിപ്പിച്ചുകൊണ്ട് പറയാം. അതിനെയാണ് കിനായ എന്ന് പറയുന്നത്. ഓക്കെ, इस चमन में ताइरे कम पर अगर में हो तो क्या, दूर है सयाद अभी और आशिया नजदीक है.
തായറെ കം പർ അഗർ മേം ഹോൻ തോ ക്യാ. ഈ ചമന്മേൻ, ഈ പൂന്തോട്ടത്തിൽ തായറെ കം പർ, അതായത് എന്താണ്, അതെ, തായറെ കംപർ എന്ന് പറഞ്ഞാല് വളരെ ചിറകുകൾ കുറഞ്ഞ പക്ഷികൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. ശരിക്ക് ചിറക് കുറഞ്ഞ പക്ഷി എന്നല്ല അർത്ഥം, മറിച്ച് പിന്നെ അതെ, പറക്കുന്ന പക്ഷികൾ കുറവാണ് എന്നാണ് അർത്ഥം. ഓക്കെ, വളരെ സ്പീഡിൽ പറക്കുന്ന പക്ഷികൾ വളരെ കുറവാണ് എന്നർത്ഥം. അവിടെ അങ്ങനെ പറഞ്ഞ ഉദ്ദേശം ശരിക്കും എന്താണ്, കൃത്യമായിട്ട് വ്യക്തമായിട്ട് കവി പറഞ്ഞിട്ടില്ല, മറിച്ച് സൂചിപ്പിച്ച് പറയാണ് ചെയ്തത്. ഇതാണ് കിനായ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മജാസ് മുർസലാണ്. എന്താണ് മജാസ് മുർസൽ? മജാസ് മുർസൽ എന്ന് പറഞ്ഞാൽ കിസി ലഫ്സ്, ഏതെങ്കിലും ഒരു വാക്കിനെ അസിൽ മാനയ്ക്ക് ബജായ, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിന് പകരം മജാസി ദൂസരെ മാനാമെ, മജാസി യാ ദൂസരെ മാനാമെ ഇസ്തിമാൽ കിയായാണ്, മറ്റേതെങ്കിലും അർത്ഥത്തിൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ മജാസ് മുർസൽ എന്ന് പറയുന്നത് हुनर का जहान गर्म बाजार के हम अकेल व दानिश का प्योपार के हम. ഗർം ബാസാർ കൊണ്ട് ഉദ്ദേശം തുർക്കി എന്നാണ്. തറക്കി എന്നാണ് ഉദ്ദേശം. ഗർം ബാസാർ എന്നവിടെ ഉദ്ദേശം അവിടെ തറക്കി എന്നാണ്. അതായത് ആളുകൾ നിപുണരായ നല്ല കലാവൈഭവമുള്ള ആളുകൾ വഹി തറക്കീക്കർ രഹേ, ഇങ്ങനെ എന്ത് ചെയ്യാണ്, അവര് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഓക്കെ, ഇതാണ് മജാസ് മുർസൽ. അതോടെ ഇൽമെ ബയാൻ ഇവിടെ അവസാനിക്കുകയാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.